ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താ പഠിക്കുന്നേ? വ്യഞ്ജനാക്ഷരങ്ങളാ പഠിക്കുന്നേ. നമ്മൾ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു എന്ന് നമുക്ക് വായിച്ചു നോക്കാം. ബോർഡ് കാണുന്നുണ്ടോ? ക, ഘ, 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 ങ, ച, ഇച്ച, ജ, ഇച്ച, ഞ, ട, ധ. ഇതുവരെ കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഢായിന് ശേഷമുള്ള വ്യഞ്ജനാക്ഷരം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഢായിന് ശേഷമുള്ള വ്യഞ്ജനാക്ഷരം ധ. ധ ധ എങ്ങനെയാ എഴുതുന്നു നമുക്ക് നോക്കാം. ധ എഴുതുന്നേ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ഇതെന്താ അക്ഷരം? റ. നമ്മള് പഠിച്ചില്ലേ? റ എഴുതാ. ഇങ്ങനെ വന്ന് എഴുതാ. പിന്നീട് എന്താ ചെയ്യണ്ടേ? നമ്മള് നാ പഠിച്ചില്ലയോ? ഓർക്കുന്നുണ്ടോ അക്ഷരം നാ പഠിച്ചത്? ആ നായിനെ നമുക്കൊന്ന് തിരിച്ചെഴുതി നോക്കാം. നായിനെ നമ്മള് തിരിച്ചെഴുതാം. പക്ഷെ ഇതിനോട് ചേർന്ന് നമുക്കൊന്ന് തിരിച്ചെഴുതാ. എന്താ അക്ഷരായത്? ധ. വ്യഞ്ജനാക്ഷരം ധ. കാണുന്നുണ്ടോ? എളുപ്പല്ലേ? ആദ്യം എന്താ നമുക്ക് എഴുതണ്ടേ? ഇവിടുന്ന് വന്ന് ഇങ്ങനെ കറങ്ങി. ഏതാക്ഷരം? റ. ആ റായിനോട് ചേർന്ന് നമുക്ക് എന്താ ചെയ്യണ്ടേ? നാന്നുള്ള അക്ഷരം ഒന്ന് തിരിച്ച് എഴുതി നോക്കാം. ഏതായി? വ്യഞ്ജനാക്ഷരം ധ. ധ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കേ. ആദ്യം എന്ത് ചെയ്തു? നമ്മള് റാക്ഷരം എഴുതി. അതിനോട് ചേർന്ന് എന്ത് എഴുതി? നമ്മൾ ആ നാ പഠിച്ചില്ലോ? നായിനെ നമ്മൾ എന്ത് എഴുതി? തിരിച്ചെഴുതി. ഇതിനോട് ചേർന്ന് നായിനെ നമ്മളൊന്ന് തിരിച്ചെഴുതി. ഏതായി? വ്യഞ്ജനാക്ഷരം ധ. ത, ധ, ഢ. ഒന്നുകൂടി നോക്കേ. റാ എഴുതി. പിന്നീട് എന്തോ ചെയ്തു? അതിനോട് ചേർന്ന് നമ്മള് നാ അക്ഷരത്തെ ഒന്ന് തിരിച്ചെഴുതി അല്ലേ? ഒന്നുകൂടി നോക്കേ. ആദ്യം റാ എഴുതി. അതിനോട് ചേർന്ന് നമ്മള് നായിനെ ഒന്ന് തല തിരിച്ചെഴുതി അല്ലേ? യെസ്, ഗുഡ്. ഏതാ അക്ഷരായത്? വ്യഞ്ജനാക്ഷരം ഢ. ഏതാ? ഢ. ഇനി ബുക്ക് എടുത്തിട്ട് ഒന്ന് പതിയെ എഴുതി നോക്കിയേ. ആദ്യം എന്ത് എഴുതണം? നമ്മള് റാന്നുള്ള അക്ഷരം എഴുതാം. റാന്ന് എഴുതാൻ എല്ലാവർക്കും അറിയാലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചില്ലേനോ? പിന്നീട് എന്ത് ചെയ്യാ? റാ എഴുതിയോ? നമ്മൾ അതിനോട് ചേർന്ന് നമ്മൾ എന്ത് ചെയ്യണം? നായിനെ ഒന്ന് തിരിച്ചെഴുതാം. പറ്റുന്നുണ്ടോ? ഒന്നുകൂടി നോക്കേ. ആദ്യം നമ്മള് റാ എഴുതി. എഴുതിയോ? റ. എന്നിട്ടോ അതിൽ നിന്ന് ഇവിടുന്ന് റായിന്ന് ചേർന്ന് നമ്മൾ നായിനെ ഒന്ന് തിരിച്ചെഴുതാം. പറ്റുന്നുണ്ടോ? എഴുതാൻ വേണ്ടി കൈവിടാതെ ഒന്ന് എഴുതി നോക്കിയേ. ഢ. കൈവിടാതെ എഴുതാം. എങ്ങനെ എഴുതും? ഇവിടെ നിന്ന് റാ എഴുതി. അവിടുന്ന് നായിനെ ഒന്ന് തിരിച്ചെഴുതി. ഓക്കേ. ഢ. ഒന്നുകൂടി നോക്കിക്കേ. ഇങ്ങനെ കൈവിടാതെ എഴുതുക. ധ. ഏതായിരുന്നു പഠിച്ചതപ്പോ? വ്യഞ്ജനാക്ഷരം ധ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.